To welcome to you all to this inauguration function of Balajana Sakyam. I would like to say a few words about Balajana Sakyam. Balajana Sakyam is a 95-year-old children's collective created by Malayalam Manorama. Their activities are varied and generally aimed at overall development of the children, providing opportunities for growth, learning and development. In this school, the aim of Balajana Sakyam is to create a platform where young minds come together, share their ideas and work together for a brighter future and for brighter community. So here we are conduct educational workshops, seminars, cultural programs. By working together and supports each other, that we achieve their collective goals. So let us foster the spirit of teamwork and mutual respect. Then let me come to my duty. First of all, well planned is half done. We have an active and vibrant planner of our school, our respected manager, Mr. V.I. Baby Sir. I wholeheartedly welcome Sir to this wonderful event. Then we have got the right person to inaugurate this event, Mr. Shaji Madhavan, Block Panchayat President, Mulanduruthi. Sir, we gladly welcome you to this function. Then I would like to welcome Mr. Saji Mulanduruthi, Assistant Editor, Malayalam Manorama Kochi, and he is also working as the President of Public Library, Mulanduruthi. A hearty welcome to Mr. Saji Mulanduruthi to this function. Then I welcome Mr. Joshi Sir, our patron of Balajana Sakyam Coordinator, Ernakulam. Under the leadership of Joshi Sir, we are conducting so many activities here. A hearty welcome to Joshi Sir. Then I would like to welcome our PTA Vice President, Dr. Nidya Mall. Hearty welcome. Then I welcome all the students, teaching staff and non-teaching staff to this wonderful event. Thank you all and have a nice day. Very good afternoon to all. Very respected and honorable Block Panchayat President Sri Shaji Madhavan Avargal, Balajana Sakyam അഖില കേരള ബാലജന സഖ്യം എറണാകുളം യൂണിറ്റിൻ്റെ പേട്രൺ ഇത്രയും ബഹുമാനപ്പെട്ട ജോസി വർഗീസ് സാർ, അതുപോലെ തന്നെ റെസ്പെക്റ്റഡ് മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ മുളന്തുരുത്തി സെക്ഷൻ ഷാജി സാർ, റെസ്പെക്റ്റഡ് സ്കൂൾ പ്രിൻസിപ്പൽ ബീന ബി ജോർജ്, PTA Vice President, respected Vidya Madhavan Madam, respected school teachers, respected our students and all well-wishers. അഖില കേരള ബാലജന സഖ്യം വർഷങ്ങളായി മലയാള മനോരമ മുൻകൈയെടുത്ത് നടത്തുന്ന ആ സുദീർഘമായ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്, ആ പ്രവർത്തനത്തിലൂടെ കുട്ടികൾക്കെല്ലാം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഓവറോൾ കരിയർ ഡെവലപ്മെന്റ്സ്, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മലയാള മനോരമയുടെ അഖില കേരള ബാലസംഗീത പ്രവർത്തനത്തെ മുക്തകണ്ഠം ഈ സമയത്ത് നമുക്ക് ഒന്ന് ചെയ്യാറ് നമുക്ക് പ്രശംസിക്കാം. അധ്യക്ഷപദം അലങ്കരിക്കുന്ന
നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ടീച്ചർ, അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാള മനോരമയുടെ സീനിയർ സബ് എഡിറ്റർ കൂടിയായ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ സജി മുളന്തുരുത്തി, ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ ബേബി, അതേപോലെ തന്നെ ജോസ് സാർ, മറ്റ് വേദിയിലെയും പി ടി എ വൈസ് പ്രസിഡന്റ്, മറ്റ് ഇവിടെ സന്നിധിയിലായിരിക്കുന്ന അധ്യാപകരെ, കൊച്ചു കൂട്ടുകാരെ, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബാലേന്ദ്ര സഖ്യം എന്ന് പറയുന്ന ഒരു കാലത്ത്, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് പ്രസംഗങ്ങൾക്കൊക്കെ ഒരു 4 ആൾ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ മുട്ടുകൂട്ടി വിറയ്ക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ബാലേന്ദ്ര സഖ്യത്തിന് ഇപ്പോഴും ചോറ്റാനിക്കരയിലൊക്കെ ആയിട്ട് വരുന്ന ഒരു സണ്ണിയൊക്കെ ഉണ്ടായിരുന്നു ബാലേന്ദ്ര സഖ്യത്തിൽ. ഈ ബാലേന്ദ്ര സഖ്യത്തിൽ പ്രവർത്തിച്ചവരൊക്കെ പലരും മുക്കാലും ഇന്ന് മലയാള മനോരമയുടെയൊക്കെ ഓരോ പത്രങ്ങളിലും അല്ലെങ്കിൽ ഓരോരോ സ്ഥാപനങ്ങളിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഏറ്റവും വലിയ കാര്യം. സജീവക്ഷേം എന്ന കാര്യമായിട്ട് ഇതിലുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ബാലേന്ദ്ര സഖ്യത്തിൽ ഉണ്ടായിരുന്നില്ല, സണ്ണി ഉണ്ടായിരുന്നു ആ കാലത്ത്. പിന്നീട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയ തങ്കച്ചൻ മാഷ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് ബാലേന്ദ്ര സഖ്യത്തിൽ കൂടിയാണ്, പൊതുരംഗത്തിലേക്ക് കടന്നു വന്നത് ബാലേന്ദ്ര സഖ്യത്തിൽ കൂടിയാണ്. ആദ്യകാലത്ത് തങ്കച്ചൻ മാഷായിരുന്നില്ല, തങ്കച്ചൻ മാഷിൻ്റെ അനിയനായിരുന്നു ബാലേന്ദ്ര സഖ്യത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്ന് തങ്കച്ചൻ മാഷ് വീട്ടിൽ നിന്ന് ഇവരിങ്ങനെ പോകുന്നതുകൊണ്ട് തങ്കച്ചൻ മാഷ് ഇവരെ ചീത്ത പറയായിരുന്നു, അവർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു. പക്ഷേ ഇങ്ങനെ ചീത്ത പറഞ്ഞ് അവനെ കൊണ്ടുവരാൻ പോകുന്നു. അവസാനം തങ്കച്ചൻ മാഷ് അനിയൻ ജെയ്സിനെ മാറ്റിയിട്ട് തങ്കച്ചൻ മാഷായി ബാലേന്ദ്ര സഖ്യത്തിൻ്റെ മെയിൻ ആളായിട്ട് വന്നത്. അങ്ങനെ ആ ഒരു പ്രസംഗം ഒരു കലയായിക്കൊണ്ട് പോകാനായിട്ട് തങ്കച്ചൻ മാഷ് ഒരു പരിധി വരെ സാധിച്ചത് ഈ ബാലേന്ദ്ര സഖ്യത്തിലൂടെയാണ്. നമുക്കറിയാം, പലപ്പോഴുമൊക്കെ 4 ആൾ കാണുക അല്ലെങ്കിൽ ഓരോരോ കാര്യമേഖലയിലേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ നമുക്കൊരു പ്രചോദനമാകുന്ന പലപ്പോഴും യോഗങ്ങളാണ്. നമ്മളെക്കാൾ പല ആളുകൾ, ഉയർന്ന ആളുകൾ, അവർക്കൊരു രംഗത്ത് പൊതുപരിപാടികളിലൊക്കെ വരുമ്പോൾ, ഇന്നിപ്പോൾ നിങ്ങളെയൊക്കെ ഇവിടെ ഈ ഒരു സ്കൂളിൽ ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തത് തന്നെ ഇതിൻ്റെ ഉള്ള നല്ല വശങ്ങൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മൊബൈൽ കിട്ടിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ അതിരിക്കാൻ യാതൊരു മടിയില്ലാത്ത, അതിൻ്റെ ഒന്നുമില്ല അതിൻ്റെ ഫോണിൻ്റെ ചാർജ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വെറുതെ നടക്കുന്ന ആളുകൾ, നമുക്ക് ഇന്നത്തെ അവസ്ഥ അറിയാം, ദുരവസ്ഥ നമുക്കറിയാം, ലഹരികളെ പോലുള്ള കാര്യങ്ങളിലേക്കും അടിമയായിട്ട് നമ്മൾ പോകുന്നു. മറ്റു പല മേഖലകളിലേക്കൊന്നും അവർ കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അവർക്ക് താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈ സമൂഹം ഇന്ന് വളരെ ആപത്കരമായ രംഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പലരിലും അറിയാം, നമ്മളുടെ ഇന്ന് കൊച്ചു കൂട്ടുകാരെല്ലാം ഇന്ന് ഇവിടെ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പറിച്ച് നടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിദേശ രാജ്യങ്ങളേക്ക് സ്വപ്നം കാണുമ്പോൾ സ്വപ്നലോകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളുടെയൊക്കെ ഈ ഒരു രംഗങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളുടെ ജീവിത രീതിയൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ അവിടെ ചെന്ന് ആ രംഗത്തൊന്ന് പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ വളരെയേറെ ക്ലേശകരമായ കാര്യമാണ്. ഇവിടെ നിന്ന് പലപ്പോഴും പല മോഹങ്ങളുമായി പോകുന്ന അവർക്ക് അവിടെ സെപ്പറേറ്റ് പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ചെലവ് നമുക്ക് താങ്ങാനായിട്ട് പറ്റുള്ളൂ. പല രാജ്യങ്ങളിൽ നിന്നിപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ജോലി പോലും കിട്ടാതെ നമ്മളുടെ കുഞ്ഞുങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഡിഗ്രിയൊക്കെ പഠിച്ച് പാസ്സായി പോകുമ്പോൾ അതൊന്നും പ്രാവർത്തികമാകാതെ അല്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റാതെ തിരിച്ചു പോകുന്നുകൊണ്ടിരുന്ന ആളുകൾ ഇവർ പോകുമ്പോൾ 10, 25, 30 ലക്ഷങ്ങൾ മുടക്കിയാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കടവും കടത്തിൻ്റെ കടക്കൂടുമായി ഒരു ജോലിയൊന്നും കിട്ടാതെ അവർ മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടേതായ ആ സാമ്പത്തിക രംഗം, അവരുടെ മാതാപിതാക്കളുടെയൊക്കെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ അനേകം ജോലി സാധ്യതകളും മറ്റുള്ള എല്ലാ തൊഴിൽ സാധ്യത ഉള്ളപ്പോൾ അതൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാതെ നമ്മൾ പോകുന്നതിൻ്റെ ദുരന്തമാണ് എന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ഈ ഒരു തലമുറയ്ക്ക് ഇവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പണ്ടൊരു കാലത്തൊക്കെ കാർഷിക മേഖലയൊക്കെ അറപ്പോടെയും വെറുപ്പോടെയും അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രംഗത്തൊന്നും ഇന്ന് കൃഷി വരെ ഹൈടെക് കൃഷി രീതിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കൃഷിയിൽ നിന്നൊക്കെയുള്ള വരുമാനം കിട്ടുന്ന കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്നത്. അങ്ങനെ സകല മേഖലയും ഇതുപോലുള്ള കാര്യങ്ങൾ വെറുതെ ഒരു നമ്മൾ സ്കൂൾ ജീവിതം കൊണ്ട് മാത്രമാവുന്നില്ല. ഇതേപോലുള്ള ബാലേന്ദ്ര സഖ്യവും അതുപോലുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സംഘടനകളാണ് നമ്മളെയൊക്കെ വലിയവനാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോസ് സാറിനെ സംബന്ധിച്ചുള്ള എന്ന് കാണുമ്പോഴും ബാലേന്ദ്ര സഖ്യത്തിൻ്റെ ആളാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരുമ്പോൾ ജോസ് സാറാണ് ഇതിൻ്റെ ആള്. ഇത്രയും കൊച്ചു കുട്ടികളെ എല്ലാ രീതിയിലുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. ഈ വരുന്ന സമൂഹത്തിന്, വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഒരു താങ്ങായും തണലായും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അദ്ദേഹത്തെയും ഈ ഒരു അവസരം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.
കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത്, കേരളത്തിൻ്റെ സാമൂഹിക രംഗത്തെല്ലാം തല ഉയർത്തി നിൽക്കുന്ന നേതൃസ്ഥാനത്തുള്ള നൂറുകണക്കിന് ആളുകളെ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ബാലജനസഖ്യം. നിങ്ങൾ ഇന്ന് കേരളത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ 90% പേരും ഈ ബാലജനസഖ്യത്തിൻ്റെ വേദികളിലൂടെ പ്രവർത്തനവും പ്രസംഗവും ചട്ടക്കൂടുകളുമെല്ലാം, സംഘടനാ ചട്ടക്കൂടുകളുമെല്ലാം പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഏറ്റവും ഒടുവിൽ എനിക്ക് പറയാനുള്ള ധാരാളം ആളുകളുണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലുള്ള വലിയ പ്രഗത്ഭരായ ധാരാളം മനുഷ്യരെ ഒരു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഒരു സംഘടനാ ചട്ടക്കൂട്, അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതി, അല്ലെങ്കിൽ ഒരു മിനിറ്റ്സ് എങ്ങനെ എഴുതണം, ഒരു മീറ്റിംഗ് എങ്ങനെ കൂടണം, ഒരു സ്വാഗതം എങ്ങനെ പറയണം, ഒരു നന്ദി എങ്ങനെ പറയണം, അധ്യക്ഷ പ്രസംഗം എന്തായിരിക്കും, ഇങ്ങനെയെല്ലാം പഠിപ്പിച്ച ഒരു കുട്ടികളുടെ കൂട്ടായ്മയാണ് ബാലജനസഖ്യം. അതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ സാധിക്കുക. ഈ ബാലജനസഖ്യം എന്ന് പറയുന്ന ആ വാക്കിന് തന്നെ നമുക്കൊരു കരുത്ത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അറിയാം, അതിനൊപ്പം അവർക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതികൾ എന്ന് പറയുന്നത് നമ്മൾ പേരൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പേരൻസിൽ നിന്ന് കിട്ടുന്നില്ലാത്തത് കൊണ്ടല്ല. നമ്മളൊന്ന് മുൻ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പണ്ട് നമ്മുടെ അയൽപക്കങ്ങൾ, കൂട്ടുകാർ, അവരുമായിട്ടുള്ള കളികൾ, ആ ഒരു കൂട്ടായ്മ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ 1-2 കുട്ടികൾ കാണും, പേരൻസ് കാണും. അതിനപ്പുറത്തേക്ക് ഗ്രാൻഡ് പേരൻസ് കൂടെയുള്ള ചുരുക്കം ചില കുഞ്ഞുങ്ങളെ ഇന്നും നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു കുറവ് അവർക്ക് ഒരുപാടുണ്ട്. അതായത് നമ്മളിന്ന് ഇപ്പം ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് അവിടെ വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ പറയും, നമ്മുടെ മികച്ച രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രം, അല്ല നല്ലപോലെ ഒരു കുട്ടി പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം അവനൊരു മികച്ച വിദ്യാർത്ഥിയായെന്ന് ഞാൻ കരുതുന്നില്ല. കൂടെയുള്ള അവരുടെ സുഹൃത്തുക്കളോട്, മുതിർന്ന ആൾക്കാരോട്, അതിലും മുതിർന്ന ആൾക്കാരോട് എങ്ങനെ പരസ്പരം സ്നേഹത്തോടെ പെരുമാറണം, എങ്ങനെ ബഹുമാനത്തോടെ നിൽക്കണം, എങ്ങനെ ബഹുമാനം ആർക്കൊക്കെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്നൊന്നും ഇന്നത്തെ കുട്ടികളിൽ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, അവരുടെ ഈ പറയുന്ന നേതൃത്വമില്ലായ്മ അല്ല നേതൃത്വ പാഠവമില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു പോരായ്മയാണ്. ഇന്നത്തെ കാലത്ത് ഏതൊരു ജോലിക്ക് ചെന്നാലും അവിടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്കുണ്ടോ എന്നാണ് എനിക്കൊരു സംശയം. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾ പഠനത്തോടൊപ്പം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ബാലജനസഖ്യത്തിൻ്റെ ഒരു കരുത്ത് അവർക്കുണ്ടാകാൻ നമ്മുടെ ഇവിടുത്തെ ബാലജനസഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ഏറ്റവും മികച്ചവരായിട്ട്, സമൂഹത്തിൽ ഏറ്റവും മികച്ചവരായിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് വേണ്ട എല്ലാ ആശംസകളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
மனத்தில் ஊத்தி பதத்தை எனக்கு அணைத்து மகிழ்த்தவா ஒரு தனித்த வனத்தில் அனைத்து எனக்கு உணர்ச்சி கொடுத்து மகிழ்த்தவா
പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുനാറു നടന്നൊരു കാല് തന്നോടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് പിന്നെ വാർമോടിയൊക്കെ വീഴ്ച് നല്ല ചേരുള്ള പാവാടയിട്ട് ആ തോട്ടൊരു തല്ലൊരു കൈകോലം കൂട്ടത്തിനോരത്ത് നിൽക്കണ ഒരാൾ മരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചർത്തുവൻ പൂകൾ കൊണ്ടുപോയോ പെണ്ണെ പൂകൾ കൊണ്ടുപോയോ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയും എടുത്ത് ചെറുനാറു നടന്നൊരു കാല് നന്നുകൂടി നടന്നൊരു പെണ്ണെ കൈ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് പിന്നെ മാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേരുള്ള പാവാടയിട്ട് പാണന്റെ പാട്ടിനെന്നും താളം പിടിക്കും പെണ്ണ് താളത്തിനൊത്ത് നല്ല ചൂട് വെച്ചിടും പാടത്തിനോരത്തവളെന്നും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും പാൽക്കാരൻ പയ്യനെ കാണാൻ ഭാഗമരത്തിൻ മണവില് നിന്ന് ആരും അറിയാതെ അവളെന്നും മെല്ലെ നോക്കിയിടും പിന്നെ പുഞ്ചിരി തൂകിയിടും പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുനാറു നടന്നൊരു കാല് തന്നോടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കൺമഷി കൊണ്ട് വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേരുള്ള പാവാടയിട്ട് ആ തോട്ടൊരു തള്ളൊരു കൈതോല കൂട്ടത്തിനോരത്ത് നിൽക്കണ ഒരാൾ മരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂകൾ കൊണ്ടുപോയോ പെണ്ണെ പൂകൾ കൊണ്ടുപോയോ. താങ്ക് യു. Let's put our dignitaries on stage, our beloved principal, teachers, non-teaching staff, and my dear friends. Good afternoon, everyone. My name is Michelle, and I am very happy to stand before you on this special day of Baladina Sakyam. Baladina Sakyam is not just a club; it's a family of young minds who believe in helping others, sharing happiness, and spreading light through good actions and good thoughts. It teaches us to be kind, responsible, and free, just like the leaders who change the world with the small steps. Through Baladina Sakyam, we learn to serve the society, respect our cultural values, and grow into good citizens of tomorrow. Let us all promise today to do small good deeds every day, to be kind to everyone, and shine like stars wherever we go. Thank you, and may this Baladina Sakyam Day be a bright one for all of us. Jai Hind.
dear friends, a very good afternoon to one and all. As we come to the close of today's inspiring and joyful Balajana Sakyam inauguration ceremony, it is my privilege and honor to deliver the vote of thanks on behalf of the school. First and foremost, I extend our heartfelt gratitude to our dear Principal Ma'am, Mrs. Beenali George, for her unwavering support, encouragement and guidance in making this event a success. A sincere thanks to our manager, Mr. Baby Isaac sir, whose vision and leadership always motivate us to reach higher. We are deeply honored by the presence of Mr. Shaji Madhavan, our Block Panchayat President. Thank you, sir, for gracing us with your valuable time and officially inaugurating today's function. A very special thank you to Mr. Saji Molandurthi, editor of Malayalam Manorama, for delivering the keynote address that truly enlightened and inspired us. We also extend our heartfelt thanks to Mr. Jose Verghese, our respected patron of Balajana Sakyam, and our Vice PTA President, Dr. Vidyamal PV, for their continued support and encouragement to the school and its activities. We are grateful to our Balajana Sakyam coordinator for guiding and coordinating the event with dedication and enthusiasm. A big thank you to all our teachers who have worked behind the scenes and to our non-teaching staff whose silent coordinations are always essential. And of course, dear friends, your performance, your energy and your spirit made this day truly vibrant and memorable. Once again, thank you all for making this event a great success. Let us carry forward the spirit of Balajana Sakyam in all that we do. Thank you and have a wonderful day ahead.